വിഷമം തോന്നിയൊരു നിമിഷം എപ്പോഴായിരുന്നു? ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഈ രാഷ്ട്രീയം ഒക്കെ വിട്ടിട്ട് സാധാരണക്കാരായിട്ട് താമസിച്ച് അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടേയില്ല. രാഷ്ട്രീയക്കാരൻ്റെ കൂടെ പോയാൽ പിന്നെ നമ്മൾ അതിന് ആ ഒരു പ്രസക്തിയില്ലല്ലോ. നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരിക്കലും ചിന്തിച്ചില്ല. ഒരിക്കൽ കൂടി ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ പിന്നെ നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ കൂടുതൽ പാടില്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ താമസിക്കുമ്പോൾ. ആ ആഗ്രഹം നമ്മൾ തന്നെ നമ്മൾ കുറച്ചാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ പല ആഗ്രഹങ്ങളും ഇങ്ങനെ അങ്ങനെ വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെയെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും. നമ്മൾ ആഗ്രഹങ്ങൾ കുറേയെല്ലാം അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ പിന്നെ ഇത് മലമ്പുഴ അണക്കെട്ട് കാണണമെന്ന്. അപ്പോൾ എന്നോട് പറയുന്നത് എന്താ അവിടെ കാണാനുള്ളത്, ഒന്നുമില്ല. പിന്നെ ഞാൻ പോകുന്നത് എപ്പോന്നറിയാം, അന്ന് പാലക്കാട്. അതിൽ ഞാൻ പറഞ്ഞ ഇന്നത്തെ മാതിരി ഒന്നല്ല, അന്ന് ഒരു സ്ഥലത്തും കൂട്ടിക്കൊണ്ടുപോവില്ല. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മോൻ ആളായതിനു ശേഷം, അവൻ സ്വന്തമായി കാറ് വാങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇങ്ങനെ ഒരു ടൂറ് നടത്തിയത്. അങ്ങനെ മലമ്പുഴ കണ്ടുവന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞു ഇവിടെ ഒന്നും കാണാനില്ല മലമ്പുഴ. അപ്പം മലമ്പുഴ MP ആയിട്ട് പോലും ഞങ്ങൾ ഒന്നും പോയില്ല. അതാ മനസ്സിലാക്കണ്ടേ. ഇന്നത്തെ ആളാണെങ്കിൽ MP ആയിട്ട് സത്യപ്രതിജ്ഞക്ക് പോകുന്നതിന് അവനവൻ്റെ ഫാമിലീനെ ഭാര്യേനെ മക്കളെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ നമ്മളെ സഖാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു പാലക്കാട് കാണണമെന്നാണ് ഞാൻ ആകെ ആഗ്രഹം പറഞ്ഞത്, അതുപോലും ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യം പറഞ്ഞല്ലേ ഇപ്പം അന്ന് വന്നു എന്നല്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു വന്നില്ല. പിന്നെ വരുന്നത് ഈ പിന്നെ ഒരു തവണ ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിരുന്നു. അത് തന്നെ KPP നമ്പ്യാരെ പിന്നെ അമ്മയും അവരനിയത്തി എല്ലാം കൂടെ വരുമ്പോൾ വന്നത്. അല്ലാണ്ട് അതിന് മുമ്പ് ഒരിക്കൽ തിരുവനന്തപുരത്ത് പിന്നെ വന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. അന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് 3-4 ദിവസം താമസിച്ച് അങ്ങ് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് പോയതല്ലാണ്ട് പിന്നെ ഞാനോ കുട്ടികളോ ആരും അങ്ങനെയൊന്നും. അതാ പറയുന്നത് പിന്നെ നിനക്ക് വലിയ ഡൽഹി പോയത് MP എടുത്തു പറഞ്ഞതല്ലേ. അല്ലാണ്ട് ഒരു കുട്ടികളെ എവിടെയും കൊണ്ട് കാണിച്ചിട്ടുണ്ടാ? ഒരു സ്ഥലത്ത് ഒരു കുട്ടികളെ കൊണ്ട് കാണിച്ചില്ല. ഒരു സാറിന് വിഷമമുണ്ടോ അങ്ങനെ ആലോചിക്കുമ്പോ? ഞാൻ എന്റെ ജോലി കൃത്യം. എന്നാലും ഡൽഹി പോയത് സാറിന് ഓർമ്മയുണ്ടല്ലോ, താജ്മഹൽ കണ്ടത് സാർ. അല്ല പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് മക്കൾക്കും അതിനെപ്പറ്റി വലിയ ഇത് കംപ്ലൈന്റ് ഇല്ല. എന്താ വെച്ചാൽ അച്ഛൻ അത് സമയമില്ല, അച്ഛന് മറ്റു കാര്യങ്ങൾ അച്ഛനുണ്ട്, അപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സമയമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കും. ആദ്യമായിട്ട് അസുഖം വന്നത് ഗൾഫിൽ പോയപ്പോഴല്ലേ? അപ്പൊ വിഷമം തോന്നിയോ സാറിന്? വളരെ അധികം ദൂരെ കുടുംബത്തിനൊക്കെ വിട്ടാണ് ഗൾഫിൽ വെച്ചിട്ട് അസുഖം ആദ്യം വന്നപ്പോ, ഗൾഫിൽ വെച്ചിട്ട് അസുഖം വന്നപ്പോ വിഷമം തോന്നിയോ? ടീച്ചർ അതാണ്. അപ്പൊ വിഷമം തോന്നിയോ? ടീച്ചർ ഒന്നും അടുത്തില്ലായിരുന്നു എന്നുള്ള? എന്നാലും ടീച്ചർ ഇല്ല എന്നുള്ള വിഷമം തോന്നിയില്ലേ? അത് വെറുതെ അത് വെറുതെ ആണല്ലേ. ബാഹുലയം വന്നു, പിന്നെ ഡോക്ടേഴ്സ് വന്നു, ആ പ്രശ്നം അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കടന്നു. ഇവിടെ വരുമ്പോ അവളുണ്ടല്ലോ. അല്ല എന്നാലും എനിക്ക് അവിടെ എന്തെങ്കിലും പറ്റിയ എനിക്ക് മക്കളെയോ ഭാര്യയോ ഒക്കെ കാണണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ വിഷമം തോന്നിയിട്ട് കാര്യമില്ല, കാരണം അന്നില്ലല്ലോ. പിന്നെ ഇതിന് വിഷമം തോന്നുന്നു. അല്ല അന്ന് സഖാക്കളുണ്ട്. പിന്നെ അത് ഒരു സഖാവിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം. അങ്ങനെ കുടുംബത്തിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഭാര്യനെ പറ്റി ആലോചിക്കുക, അങ്ങനെ ആ മനസ്സിൽ വളരെ കുറച്ചേ അതിനെല്ലാം സമയമുള്ളൂ കേട്ടാ. ഈ കുടുംബത്തിനെ പറ്റി ചിന്തിക്കാൻ വളരെ വളരെ കുറച്ച്. എൻ്റെ അനുഭവത്തിൽ ഞാൻ സാറെന്താ പറയണ? ഞാൻ എതിരാണ്. അല്ല കുടുംബത്തിനെ നോക്കാം. കാരണം കുടുംബം മുഴുവൻ എല്ലാം ഒരുപോലെയല്ല. ഒരു 4 മക്കളുണ്ടെങ്കിൽ 4 രീതിയിലാണെങ്കിൽ ഇവൻ്റെ വെള്ളത്തിലായി. അതറിഞ്ഞോ? ഒരുത്തം കൂടിയനാന്ന് വിചാരിച്ചോ ഇവർക്ക് നിർത്താൻ കഴിയും? അങ്ങനെയല്ല, കുടുംബത്തിനെ പറ്റി എന്നല്ല, നമ്മളെ മക്കളെ പറ്റി ചിന്തിക്കാനുള്ള സമയം ആദ്യ കുറവായിരിക്കും. അത് കറക്റ്റ്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല.